ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പൊടിയും വെണ്ണീറും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 27-ാം വാക്യം. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ വിനയം കണ്ട് നാം അത്ഭുതം കൊണ്ട് നിറയുന്നു. അവൻ ദൈവത്തിൻ്റെ മുൻപാകെ തന്നെ പൂർണ്ണമായി താഴ്ത്തി. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ എന്ന് പറയുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ വിനയത്തെ നമുക്ക് കാണാൻ കഴിയും. കർത്താവിൻ്റെ മുൻപാകെ തന്നെ പൊടിക്കും വെണ്ണീറിനും തുല്യനാക്കുന്നു. വെണ്ണീറ് അബ്രഹാമിൻ്റെ വിനയത്തിലേക്കും അയോഗ്യതയിലേക്കും വിരൽ ചൂണ്ടുന്നു. വെണ്ണീറിന് ഒരു വിലയുമില്ല. വസ്തുക്കൾ കത്തിക്കുമ്പോൾ അവശേഷിക്കുന്ന കൂമ്പാരം മാത്രമാണത്. തന്നെ അവൻ വെണ്ണീറിനോട് ഉപമിച്ചുകൊണ്ട് അബ്രഹാം കർത്താവിൻ്റെ മുൻപാകെ താഴ്ത്തുന്നു. കർത്താവിനെ ഉന്നതനാക്കുന്നു. കർത്താവിന് അടിമയായി സ്വയം സമർപ്പിക്കുന്നു. വിനയത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനവധിയാണ്. കർത്താവ് എളിമയുള്ളവരെ ഉയർത്തുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഉയർന്ന സ്ഥാനങ്ങൾ ഏറ്റെടുക്കുമോ? അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തണം. ഒരിക്കലും അഭിമാനത്തിന് വഴങ്ങരുത്. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ ഒരു വിശുദ്ധനായിരുന്നു. അവൻ എല്ലാ ലേഖനങ്ങളിലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനകരമായ ഉപദേശങ്ങൾ പറയുന്നു. എന്നാൽ അദ്ദേഹം തന്നെ താഴ്ത്തി പറയുന്നത് ഞാൻ പാപികളിൽ പ്രധാനിയാണെന്നാണ്. ഇത് 1 തീമോഥെയോസ് 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം സ്വയം താഴ്ത്തുക മാത്രമല്ല, എല്ലാ വിശ്വാസികളോടും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അദ്ദേഹം വിശ്വാസികളെ ഉപദേശിച്ചുകൊണ്ട് റോമർ 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്നും ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു എന്ന്. നമ്മുടെ കർത്താവായ യേശു തൻ്റെ എല്ലാ ശിഷ്യന്മാരെയും താഴ്മയെക്കുറിച്ച് പഠിപ്പിച്ചു. അദ്ദേഹം ലൂക്കോസ് 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതത്രേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീനെന്ന്. ക്രിസ്തീയ ജീവിതം താഴ്മയോടെ തുടങ്ങണം. കാരണം മാനസാന്തരപ്പെടാനും കർത്താവിലേക്ക് തിരിയാനും ഒരു വ്യക്തിക്ക് താഴ്മ ആവശ്യമാണ്. വിനയമുണ്ടെങ്കിൽ മാത്രമേ അവൻ തൻ്റെ പാപം സ്വീകരിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ തൻ്റെ എല്ലാ പാപങ്ങളെയും ഓർത്ത് കരയാനും ക്രൂശിൽ നോക്കി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ വെറുക്കുകയും പൊടിയിലും വെണ്ണീറിലും കിടന്ന് അനുതപിക്കുകയും ചെയ്യുന്നു എന്ന് ഇയ്യോബ് നിലവിളിച്ചുകൊണ്ട് പറയുന്നത്. അവൻ വെണ്ണീറിൽ ഇരുന്ന് തൻ്റെ വേദന ദൈവത്തിൻ്റെ മുൻപിൽ ചൊരിഞ്ഞു. അത് നിമിത്തം കർത്താവ് അവൻ്റെ തടവുകാലം മാറ്റി അവൻ്റെ എല്ലാ കഷ്ടങ്ങളും നഷ്ടങ്ങളും പുനഃസ്ഥാപിക്കുകയും ഇരട്ടി അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവമക്കളെ, താഴ്മയുള്ളവരായിരിക്കുവാൻ പഠിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 138-ാം അധ്യായം 6-ാം വാക്യം. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർഭിയെയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശമൂവേൽ 9, 10, 11 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.